ഇക്കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിൽ ഇന്ത്യ 48ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഒരു സ്വർണ്ണ മെഡലും 2 വെള്ളി മെഡലും 4 വെങ്കല മെഡലും അടക്കം 7 മെഡലുകളാണ് ലോകോത്തര താരങ്ങളോട് പോരാടി ഇന്ത്യൻ താരങ്ങൾ ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയത്. പൂർണ്ണമായും ഇന്ത്യൻ താരങ്ങളുടെ വർഷങ്ങളായുള്ള കഠിനാധ്വാനവും പരിശ്രമവുമാണ് ഒളിമ്പിക്സ് പോലുള്ള വലിയ വേദിയിൽ ഇന്ത്യക്ക് ലഭിച്ച ഈ മെഡലുകളെല്ലാം. എന്നാൽ ഇന്ത്യൻ താരങ്ങൾ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് നേടിയ ഈ മെഡലുകളുടെയൊക്കെ ക്രെഡിറ്റ് ഇപ്പോൾ പോകുന്നത് മോദിയിലേക്കും BJPയിലേക്കുമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ തന്നെ ചില സംഘ അനുകൂല ഐഡികൾ അത് മോഡിയുടെ ഭരണ മികവാണെന്ന് പോലും വാദിച്ചിരുന്നു. സോഷ്യൽ മീഡിയകളിൽ മാത്രമല്ല അതിനു പുറത്തും ടോക്കിയോ ഒളിമ്പിക്സിലെ ഈ നേട്ടം മോദിയുടെ മികവാണെന്ന് വരുത്തി തീർക്കാൻ പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടിയ മീരാബായ് ചാനുവിന് നൽകിയ സ്വീകരണ പരിപാടിയിലെ ഫ്ലക്സിൽ മീരാബായ് ചാനുവിനേക്കാൾ മോദിയുടെ വലിയ ചിത്രം നൽകിയത് തന്നെ ഏറെ വിവാദമായിരുന്നു. ഇപ്പോഴിതാ ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മുഴുവൻ കായിക താരങ്ങളെയും സ്വീകരിക്കുന്ന പരിപാടിയിൽ മോദിയുടെ വലിയ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. മെഡൽ നേടിയ നീരജ് ചോപ്ര അടക്കമുള്ള താരങ്ങളുടെ ചിത്രമാവട്ടെ ഏറ്റവും ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ടോക്കിയോ ഒളിമ്പിക്സിന്റെ മുഴുവൻ ക്രെഡിറ്റുകളും സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് മോദിയും BJPയും ഒക്കെ. അഞ്ജു ബേബി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓരോ മെഡലും മോദി സർക്കാർ നൽകുന്ന പ്രോത്സാഹനത്തിന്റെ ഫലമാണ് എന്നാണ്. തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന കായിക മന്ത്രി ഒളിമ്പിക്സ് വില്ലേജിലെ കേവലം കാഴ്ചക്കാരൻ മാത്രമായിരുന്നുവെന്നും അഞ്ജു ബോബി ജോർജ് കുറ്റപ്പെടുത്തിയിരുന്നു. സത്യത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ താരങ്ങളെക്കാളും വലിയ ഫ്ലക്സ് വെക്കാനും മെഡലിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനും BJPക്കും മോദിക്കും അർഹതയുണ്ടോ? അഞ്ജു ബോബി ജോർജ് പറഞ്ഞതുപോലെ മോദി കായിക രംഗത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നുണ്ടോ? ഇതിനുള്ള ഉത്തരം 2021-22 വർഷത്തെ കേന്ദ്ര ബജറ്റ് തന്നെ വ്യക്തമാക്കും. 2021-22 കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയെ അമ്പെ അവഗണിക്കുന്ന സമീപനമാണ് മോദി സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2021-22 കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയ്ക്കുള്ള 230.78 കോടി രൂപയാണ് മോദി സർക്കാർ കുറച്ചത്. കായിക മന്ത്രാലയത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ ഖേലോ ഇന്ത്യയുടെ 200 കോടിയും മോദി സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. ഇത്തരത്തിൽ കായിക മേഖലയിലേക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ പല സംഘടനകളും രംഗത്ത് വന്നിരുന്നു. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറലായ പ്രമോദ് ചന്ദുർക്കർ ഇതേക്കുറിച്ച് പറഞ്ഞത് താരങ്ങളുടെ കായിക മൂല്യം ഉയർത്തുന്നതിന് കൂടുതൽ ഫണ്ട് വേണമെന്നാണ്. കൂടുതൽ തുക കൂടി അനുവദിച്ചാൽ അത് കായിക താരങ്ങൾക്ക് വലിയ പിന്തുണയാകുമെന്നാണ് ആർച്ചറി അസോസിയേഷന്റെ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദുർക്കർ പറഞ്ഞത്. എന്നാൽ ചന്ദുർക്കറിന്റെ വാക്ക് കേൾക്കാൻ പോലും കേന്ദ്രം തയ്യാറായിട്ടില്ല. ഇതുപോലെ കായിക മേഖലയ്ക്ക് വേണ്ട പണം അനുവദിക്കാതിരിക്കുകയും പക്ഷേ കായിക മേഖലയിലുള്ള താരങ്ങൾ നേട്ടമുണ്ടാക്കിയാൽ താരങ്ങളെക്കാൾ വലിയ ചിത്രമുള്ള ഫ്ലക്സ് അടിക്കുക മാത്രമാണ് കേന്ദ്രം ചെയ്യുന്നത്. ഒരു കായിക താരത്തിന്റെ വളർച്ചയ്ക്ക് സാമ്പത്തികമായ പിന്തുണയും ഏറെ ആവശ്യമാണ്. അത് നൽകാൻ കേന്ദ്ര സർക്കാരിനും ബാധ്യസ്ഥതയുണ്ട്. എന്നാൽ അവർക്കുള്ള പണം വെട്ടിച്ചുരുക്കുകയും എന്നാൽ അവർ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ മാത്രം അവരുടെ പേര് പറഞ്ഞ് ക്രെഡിറ്റ് സ്വന്തമാക്കുകയും ചെയ്യുകയാണ് മോദിയും അതേപോലെ BJPയും ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചാണ് അഞ്ജു ബേബി ജോർജ് പറഞ്ഞത് മോദി കൂടുതൽ പ്രോത്സാഹനം നൽകുന്നു എന്നാണ്. എന്തർത്ഥത്തിലാണ് അഞ്ജു ബോബി ജോർജ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടില്ല. ചിലപ്പോൾ അത് അവർക്കുള്ള രാഷ്ട്രീയമായ ഗുണങ്ങൾ മുൻകൂട്ടി കണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.